ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ചട്ടിപ്പത്തിരി എന്ന് പറയാം. ഇഫ്താർ സ്പെഷ്യലാണ് ഈ വെറൈറ്റി ഡിഷ്. ഇതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ്. ഈ ചിക്കൻ ആദ്യം ഞാൻ കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ശേഷം 4 വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്. ചെറിയ ഉള്ളി ഒരു 5 അല്ലികൾ, ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 5 അല്ലികൾ, ആവശ്യത്തിന് മല്ലിയില. ഈ ചിക്കൻ ഞാനൊന്ന് മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ടകളുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചു വിട്ടാൽ മതി. ഇനി നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്നാവുമ്പോൾ നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായി ആയതിനു ശേഷം ഇഞ്ചിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിൽ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്താൽ വേഗം വഴറ്റി കിട്ടും. ഇതാണ് ഉള്ളി വഴറ്റിയതിൻ്റെ പാകം. ഇനി നമുക്ക് ഡ്രൈ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ച് ചേർത്ത് കൊടുക്കാം. സ്പൈസി ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ എരിവ് അളവുകൾ കമ്മിയാക്കാം. മുളക് പൊടിയുടെ അളവും പെപ്പർ പൗഡറിൻ്റെ അളവുമെല്ലാം കമ്മിയാക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഇനി നമുക്ക് ചിക്കനും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഉപ്പ് പാകമുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് മല്ലിയിലയും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഈ മസാലകളൊക്കെ ചിക്കനിൽ ഒന്നിച്ചൊന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദാമാവൊക്കെ നമുക്ക് ഒരു 12-13 അപ്പത്തോളം കിട്ടും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാവ് എടുത്താൽ മതി.
ആ മാവിലേക്ക് ഞാൻ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ദോശമാവിൻ്റെ അളവിലേക്ക് ഒന്ന് മിക്സിയിലൊന്ന് തിരിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാവിന് 2.5 കപ്പ് വെള്ളത്തോളം എടുത്തിട്ടുണ്ട്. അത്രയും ലൂസ് വേണം മാവ്. നമുക്ക് കട്ടിയില്ലാത്ത അപ്പമാണ് വേണ്ടത്, അതുകൊണ്ടാണ് ലൂസിൽ മാവ് എടുക്കുന്നത്. ഒരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് ദോശ ഒഴിക്കുന്നത് പോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ വട്ടത്തിൽ വേണം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ. ഞാൻ ഈ പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്, ആ റൗണ്ടിലേക്കാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. ഈ അപ്പം വേണമെങ്കിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം, ദോശ ചുടുന്നത് പോലെ. ഈ മാവ് ഒഴിക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാൻ ആയാലും ഏത് ചട്ടി ആയാലും അത്രയ്ക്ക് ചൂടുണ്ടാകാൻ പാടില്ല. ചൂടുണ്ടായാൽ നമുക്ക് ദോശ ഒഴിക്കാൻ പറ്റില്ല. നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടാം. എത്ര നൈസിൽ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും അത്രയും നല്ലതാണ്. ഈ ചട്ടിപ്പത്തിരി തന്നെ വേറൊരു രീതിയിൽ കൂടെ ഉണ്ടാക്കും. ചപ്പാത്തി പരത്തണ പോലെ നമുക്ക് ഈ മൈദ മാവ് ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴച്ച് പരത്തിയെടുത്ത് നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുട്ടെടുത്തിട്ട് വെക്കാവുന്നതാണ്. ഞാൻ കണ്ടതിൽ ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതി. എനിക്കിവിടെ ഈ 2 കപ്പ് മാവിന് ഒരു 13 അപ്പത്തോളം കിട്ടിയിരുന്നു. പക്ഷെ അത്ര അപ്പം ഞാൻ ഉപയോഗിച്ചുമില്ല, എനിക്ക് മസാലകൾ കുറവായിരുന്നു. അതുകൊണ്ട് ഫില്ലിങ്സ് ചെയ്യാനുള്ളത് എനിക്ക് 8 എണ്ണത്തോളമാണ് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാവ് എടുത്താൽ മതിയാവും. നമുക്ക് 8-9 എണ്ണമൊക്കെ മാവ് മതിയെന്നുണ്ടെങ്കിൽ, ദോശ മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 1.5 കപ്പൊക്കെ മാവ് എടുത്താൽ മതിയാവും. ഈ കല്ല് നന്നായി ചൂടാകുകയാണെങ്കിൽ അതിൽ വെള്ളം തെളിച്ച് ആ വെള്ളം പോയതിന് ശേഷം വേണം ഒഴിക്കാൻ. ഈ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം തെളിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. ഈ മാവ് അഥവാ ബാക്കിയായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും ഇട്ട് മുട്ടപ്പാലട പോലെ കഴിക്കാൻ പറ്റുമെന്ന്. എനിക്ക് ഫില്ലിങ് പോരാതെ വന്നത് ഇടയ്ക്ക് കുട്ടികൾ വേറെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ അത് ഫില്ലിങ് എടുത്ത് കഴിച്ചത് കൊണ്ടാണ്. അത് അത്രയും ടേസ്റ്റുള്ള ഫില്ലിങ് ആയിരുന്നു. ഇനി നമുക്ക് ഈ ദോശമാവ് മുട്ടയിൽ മുക്കിയിട്ട് വേണം നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 5 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ദോശ ചുട്ടെടുത്ത് ആ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ പാനൊന്ന് അതിലോട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരു സ്പൂൺ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ അപ്പവും ഈ മുട്ടയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൊടുക്കാം. ആദ്യത്തെ അപ്പം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫില്ലിങ് ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മറ്റൊരു അപ്പം എടുത്ത് അതേപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഓരോ അപ്പം വെക്കുമ്പോഴും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് അതൊന്ന് യോജിച്ച് നിൽക്കുള്ളൂ. നന്നായി ഫില്ലിങ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മറ്റപ്പവും കൂടെ മുകളിൽ വെക്കാം. ഇതുപോലെ മൂടുന്നത് പോലെ ഓരോ അപ്പവും നമുക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് സ്പെഷ്യലായിട്ട് കോഴിക്കോട്ടുകാരാണ് ഇത് സ്പെഷ്യൽ വിഭവമായിട്ട് ഉണ്ടാക്കൽ. ഇത് വളരെ ടേസ്റ്റ് ഉള്ളതാണ്.
നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. ഈ മസാല ഫില്ലിംഗ് ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം അപ്പവും ചുട്ടെടുത്ത് ഇതുപോലെ ഒന്ന് മുട്ടയിൽ മുക്കി വെക്കുന്ന ഫൈനൽ പ്രോസസ്സ് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഫില്ലിംഗ് ഉണ്ടാക്കി അപ്പവും ചുട്ടെടുത്തതിന് ശേഷം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിൽ വേണമെങ്കിൽ മുട്ടയും കൂടെ ചേർത്താവുന്നതാണ്. ഈ ചിക്കനിൽ തന്നെ മുട്ട ഒന്ന് ചിക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മസാല കൂടുതൽ കിട്ടും. കൂടുതൽ ലെയർ ആകുന്നതോറും അതിന് ടേസ്റ്റ് കൂടും. ഞാനിവിടെ 8 അപ്പം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പങ്ങൾ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം. ശേഷം ബാക്കി വരുന്ന ഈ മുട്ട മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബാക്കി 4 കൂടെ വെക്കുകയാണെങ്കിൽ മുട്ട ഇത്രത്തോളം ഉണ്ടാവില്ല, കുറച്ച് കമ്മിയായിരിക്കും. ഇതൊരു 25 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, 25 മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പത്തിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് മറുഭാഗം കൂടെ വേവിക്കാൻ വെക്കണം. അതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ പാൻ വെച്ച് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ച് അങ്ങനെ ഇട്ടതിന് ശേഷം തിരിച്ച് ആ പാനിലേക്ക് തന്നെ ഇടാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം തിരിച്ച് ഞാൻ ആദ്യം വേവിച്ച ആ പാനിൽ തന്നെ മറിച്ചിട്ടിട്ട് വേവിക്കുക ചെയ്തത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള നല്ല വ്യത്യസ്തമായ ടേസ്റ്റോടുകൂടിയുള്ള ഒരു ചട്ടിപ്പത്തിരിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.